നാട്ടിലെ ഓട്ടോ ഡ്രൈവർമാർ സമൂഹത്തിന് മാതൃകയാവുകയാണ്. കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരുടെ ചികിത്സാർത്ഥം 2 പേർക്കാണ് സഹായമെത്തിച്ച അഞ്ചൽ ടൗണിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാര് മാതൃകയാകുന്നത്. നമ്മുടെ പത്തടിയിലുള്ള ലത്തീഫുക്കാണ് വേണ്ടിയുള്ള നമ്മുടെ ആറോഷനിലെ ആട്ടോ സ്റ്റാൻഡിന്റെ ചെറിയൊരു ചികിത്സാ സഹായത്തിന്റെ ഫണ്ടാണ്. അത് നമ്മൾ ഇവിടെ വെച്ച് കൈമാറുവാണ്. അവര് പത്തടിയിലെ ജമാഅത്ത് മള്ളിയിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. അവരെ നമ്മൾ ഈ പൈസ കൈമാറുവാണ്. കൊടുക്കുവാന്നേ. ഈ കൈ വാങ്ങിയ തുക എന്ന് പറയുന്നത് ശ്രീ ലത്തീഫിന്റെ ചികിത്സാ സഹായമാണ്. ലത്തീഫ് ഏകദേശം ഒരു 4 മാസത്തോളമായി ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിന്റെ കുടൽമാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ അവരുടെ കഷ്ടപ്പാടുകൾക്കിടയിലും നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരു സഹായം ചെയ്തു തന്നത്. ലത്തീഫിന് വേണ്ടി രൂപീകരിക്കുന്ന ജനകീയ കൂട്ടായ്മയുടെ പേരിൽ പ്രത്യേകമായി ഇവർക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി നന്ദി അറിയിക്കുന്നു. നിലവിലെ ലത്തീഫിന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ചെന്നൈയിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. കുടൽ മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത്. ഏകദേശം 60 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണത്. ഇപ്പം നമുക്ക് ഏകദേശം ഫണ്ട് എന്ന് പറഞ്ഞാൽ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. 20 ലക്ഷം രൂപയോളം നിലവിൽ ആ ഫണ്ടിൽ കുറവാണ്. നമ്മൾ ഇപ്പോഴും ഓരോരുത്തരെയും സമീപിച്ച് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിയുന്നവർ ഈ ഒരു കാര്യത്തിലേക്ക് ഇടപെടണമെന്നും സഹായിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ആറോഷ വേസ്റ്റാൻഡിലോടുന്ന് അജു എന്ന് വിളിക്കുന്ന അജു അച്ചായന് ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ചെറിയൊരു സർജറി ഉണ്ടായിരുന്നു. അതിന് നമ്മളാൽ കഴിയുന്ന നമ്മുടെ ആറോജ ആട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവേഴ്സ് എല്ലാവരും കൂടെ കൂടി ഒരു ചെറിയൊരു ധനസഹായം നമ്മൾ നൽകുകയാണ് ഇന്ന്. അത് കൊടുക്കാൻ നമ്മൾ എല്ലാവരെയും ക്ഷണിക്കുന്നു. അഞ്ചൽ ഓട്ടോ സ്റ്റാൻഡിലെ അജു എന്ന് വിളിക്കുന്ന അജു അച്ചായനും പത്തടി സ്വദേശിയായിട്ടുള്ള ലത്തീഫിനുമാണ് സഹപ്രവർത്തകരായിട്ടുള്ള അഞ്ചൽ ആറോ ജംഗ്ഷനിലെ ഓട്ടോറിക്ഷ തൊഴിലാളികള് സഹായഹസ്തം നൽകിയിരിക്കുന്നത്. കേരള ന്യൂസ് അഞ്ചൽ.